മഴയുടെ ശബ്ദം അങ്ങ് വന്നു. മഞ്ഞാണല്ലോ. നല്ല മഴയാണ്. ഇതിലാണ് ചെറുതായിട്ടൊന്ന് കരിയുന്നത്. ചെറുതായിട്ടൊന്ന് കുറഞ്ഞു. ഇപ്പോഴത്തേനും ഇടിയും ഈ കണക്ക് വെച്ച് കഴിഞ്ഞ ദിവസം വലിയ വെള്ളം വന്നില്ലേ നാട്ടിൽ, അന്നത്രയും മഴ പെയ്തു. പക്ഷേ ഈ മഴ പെയ്തേക്കുന്നത് ഇന്നലെ വൈകുന്നേരം തൊട്ട് ഇപ്പോൾ രാവിലെ വരെയുള്ള ടൈം എടുത്തിട്ടാണ്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള സമയം കൊണ്ടാണ്. അതുകൊണ്ട് ആറ്റി കണ്ടോ വെള്ളം ഒഴുകുന്ന ഒച്ച കേൾക്കത്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ അന്ന് ആറ്റി വെള്ളം വന്നപ്പം വെള്ളത്തിൻ്റെ ശബ്ദം ഭയങ്കരമായിട്ട് ഇവിടെ കേൾക്കാമായിരുന്നു. അപ്പോൾ ഇവിടെ മഴ പെയ്തെന്ന് പറഞ്ഞാലും അത് ടൈം എടുത്താൽ പെയ്യുന്നതെങ്കിൽ വെള്ളം പൊങ്ങത്തില്ല. ഒറ്റയടിക്ക് കുറച്ച് സമയം കൊണ്ട് കൂടുതൽ മഴ പെയ്താലാണ് ഇവിടെ ഭയങ്കര വിഷയമാകുന്നത്. ഇന്നിപ്പോൾ ഇതേ അവസ്ഥയിൽ വൈകുന്നേരം വരെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം മഴ നിന്നു. എന്നാലും ഇപ്പോൾ പെയ്ത പോലത്തെ ശക്തിക്ക് മഴ പിന്നെയും പെയ്യുകയാണെങ്കിൽ വൈകിട്ടാകുമ്പോഴത്തേനും വെള്ളം പോകും. ഭയങ്കര ഇടിയൊക്കെ. ഞാൻ രാവിലെ പോയി കഴിച്ചായിരുന്നു. എനിക്ക് വേണ്ട. നിങ്ങൾക്കില്ലേ? ഈ 2 എണ്ണം ഉണ്ടല്ലോ. ആ കഴിച്ചു. ജയച്ചാച്ചൻ്റെ ഒരു 2 എണ്ണം വെച്ചേര്. ഒരെണ്ണം വല്ലോ നല്ല ഒരെണ്ണം വല്ലോ ഒന്ന്. ആ അതൊക്കെ ഇത് ജയച്ചാച്ചൻ്റെ 2 എണ്ണം വെക്ക്. ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞില്ലേ നിങ്ങൾ തിന്നോളാൻ. പിന്നെ ഞാൻ എപ്പോഴും എഴുന്നേറ്റാ. ഞാൻ വന്നപ്പോൾ നിങ്ങളവിടെ തുറന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ വീണ്ടും വന്നിരുന്ന് എഡിറ്റിങ്ങാണ്.
രാവിലെ നാരായണ എഴുന്നേറ്റ് കുളിച്ചല്ലോ. ഏതിനു വഴി? 4:45 നാരായണ എണീക്കും. 5 മണിക്ക് മുന്നേ കുളിയെല്ലാം കഴിയും. ഒരു 7 മണി വരെ ഇരുന്ന് പഠിക്കും. 7 മണിക്ക് മിസ്റ്റം തൂക്കും. പിന്നെ മുടിയെല്ലാം ചെയ്യുക, ഒരുങ്ങി ഫുഡെല്ലാം കഴിച്ച് സ്കൂളിൽ പോകും. 9 മണിയാകുമ്പോൾ ക്ലാസ്. പോയി കുളിച്ചോ. നീ എഴുന്നേപ്പിച്ച് വെറുതെ നിനക്കൊരു ഉത്തരവാദിത്വം ഇല്ലല്ലോ. അവളിപ്പോഴും എണീറ്റ് വന്നെ. പിന്നെ നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യനോടെ കളിച്ച് തുടങ്ങിയില്ല. എല്ലാത്തിനും എണീപ്പിച്ചു. കുഴി കുത്താൻ വന്നാ ഇവിടെ ഇഷ്ടം പോലെ പൂങ്കുറുന്നില്ല ഇപ്പൊ ഉണ്ടല്ലോ. പിന്നെ ഇതല്ലേ പൂങ്കുറുന്ന് പറിച്ചു വെച്ചേക്കുന്നത്? പിന്നെ അപ്പൊ ഞാൻ പറിച്ചോണ്ട് വന്നോ? കുഴി കുത്താൻ വന്നാന്ന് തോന്നുന്നു. നീ സുന്ദരി അല്ലെന്ന് എനിക്കൊരു ധാരണ ഉണ്ടല്ലേ? അല്ല പിന്നെ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ഞാനോ? മോശമല്ലേ? ജയ പോലും തക്കുന്നത് ഇതെന്നെ താനാ? കാപ്പി ഒപ്പിടിയോ? എനിക്ക് വേണ്ട. കെമിക്കൽ അതിനപ്പയ്ക്ക് മുഖമില്ലത് കേക്കാൻ. നമുക്ക് കാണാൻ കണ്ണും കാണാം. കയ്യിന് ഇട്ടുള്ള എണ്ണ. ചുമ്മാ വന്നിട്ടാ മതി കുറച്ച് നേരത്തെ. കുളിച്ചത് ക്യാമറ എന്റെ മുഖത്തോട് അടുപ്പിച്ച് വെച്ചാൽ എന്നെ കാണാൻ ഒരു ഭംഗിയില്ല. നോക്കട്ടെ അവിടെ നോക്കട്ടെ. അങ്ങനെ പറയില്ല. അവിടെ നിൽക്കുന്നു പെടയ്ക്കുന്നോണ്ടാണ് ഇത് പീഡനമോ? പിന്നെ തേങ്ങ പിടിക്കാൻ ചാടിയാണ്.
ഒരാൾ കുത്തിയെടുക്കുന്നുണ്ട്. അത് ഒന്നും അപകടമില്ല. ഇങ്ങനെ വരുമ്പോൾ ഒരൊറ്റ കുത്ത കമ്പിക്കല്ലേ പോകണം. അതെ സാജന്റെയാ. സായം പറഞ്ഞായിരുന്നു വെട്ടാന്ന്. വീട് കഴിഞ്ഞ് ഭാഗത്ത് കാര്യമില്ല. ഇതെല്ലാം പറ്റും. ഇത് ഈ കിച്ചൻ കവർ എങ്ങനെ ഉണ്ടാക്കിയത്? അലുമിനിയത്തിന്റെ കാണും. അത് വേറൊരു സാധനമായിരുന്നു, ഉണ്ടാക്കിയതല്ല. അത് ഞാൻ എടുത്ത് വെച്ച് ചുമ്മാ സെറ്റ് ചെയ്തേ ഉള്ളൂ. ഇത് അങ്ങനെ ഉണ്ടാക്കിയതല്ല. ഇതേ ഒരു അലുമിനിയത്തിന്റെ ഒരു സാധനം കിട്ടിയതാ. ഇല്ല, മേടിക്കാൻ കിട്ടത്തില്ല. അല്ലാതെ എനിക്ക് വേറെ രീതിയിൽ കിട്ടിയതാ. അപ്പൊ ഞാൻ അത് വെച്ച് ചുമ്മാ അങ്ങനെ സെറ്റ് ചെയ്ത് എടുത്തേ ഉള്ളൂ. ഇവിടെ ഇത്രയും താഴ്ച മണ്ണുണ്ട്. നമ്മുടെ ഇവിടെയാണ് അതുകൊണ്ട് ഇതവസ്ഥ. താഴ്ച മണ്ണുണ്ട്. നമ്മുടെ ഇവിടെ മൊത്തം പാറ. ഒരു തവണ പറിച്ചതാ. വീട്ടുമുറ്റത്തിൽ മൊത്തത്തോടെ മുറിഞ്ഞു പോരും. എന്റെ പൊന്നേട്ടാ, ഇതെന്തോ ഇങ്ങനെയാണോ പറിക്കുന്നത്? ഇതാണ് എന്റെ കൈ മുറിച്ച സാധനം. പന്നപാത്രമാണ്. അതിപ്പോ കഴുകാൻ പോയില്ലേ? കുഴി കുത്തുന്ന മറ്റേ ഇത് തളാൻ വേണ്ടിയാണോ? റംബൂട്ടാൻ തണ്ടാ നീ വലിക്കുന്നത്? അപ്പോട്ട് വിടും. ഞാൻ അവിടെ നിന്ന് ചേട്ടാട്ട് തുറയ്ക്കാമെന്ന് ചോദിക്കാനാ വന്നേ, തോരൻ വെക്കാൻ. എന്നിട്ട് ഞാനത് മറന്നു. ഇതിനെ ഈ ആലോചിക്കുക എന്നാ കറി വെക്കണം. കുഞ്ഞു വാങ്ങിച്ചത് ചുമ്മാ വലിച്ചാൽ ഇപ്പൊ എന്റെ മോന്തിക്ക് ആദ്യമായിട്ട് കുറയ്ക്കത്തോ പറിക്കുന്നത്. സാമ്പാറിനൊക്കെ ഒന്ന് രണ്ടെണ്ണം. ഇവിടുത്തെ കോവയ്ക്കയുടെ കാര്യം ഞാൻ പറഞ്ഞത്. ഇതിനിടയ്ക്ക് ഇതിലേക്ക് പോകുന്ന നോക്കിയ കാര്യങ്ങൾ.
അയ്യോ ബുദ്ധിയില്ലാത്ത എന്റെ അമ്മേനെ എന്നാ ചെയ്യണോ? അപ്പുറത്തൂടെ കൈ ഇട്ടിട്ട് അത് പൊട്ടി. ഞാൻ എടുത്തോളാം, ഇറങ്ങിയോ. ചെളി പറ്റൂന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. തോരമ്പട്ടല്ലേ അത് മെഴുക്കൂട്ടി വെച്ചിട്ടല്ലേ കൂടി ഡീ മുടി കെട്ടി വെച്ചേ, എന്നും പറയണോ? ഉണങ്ങി മതി. പാല് വെച്ചിട്ട് എന്തൊക്കെ നാളെ എന്നാലും പാല് മേടിക്കണം. ഇളക്കി ഇളക്കിയാണ് കുടിക്കുന്നത്, മട്ട് വരാതിരിക്കാൻ. അപ്പ എനിക്ക് ബിരിയാണി മതി കേട്ടോ. അപ്പ എനിക്ക് താമരാവും. അപ്പ എനിക്കിഷ്ടം ബിരിയാണി മതി. എന്നാ വേണ്ടേ? മഷ്റൂം വേണോ? പനീർ വേണോ? ബിരിയാണി മഷ്റൂം പിന്നെ പിന്നെ പനീർ. കയ്യുന്യാദി നീ കേട്ടോ ശ്യാമള പറയുന്നേ? നീ എത്ര പ്രാവശ്യം പറയുന്നത്? എങ്ങനെ പൊട്ടന്മാരാണോ നിന്നെ പോലെ? ചൊറ്റപ്രായം ഞാൻ കേൾക്കാം. പൊട്ടന്മാരെന്ന് ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ ശരിയാകത്തില്ല. വീഡിയോ ഉണ്ട്. ഇതാണേ വെക്കാൻ സ്ഥലമുണ്ടോ? ഇതിന്റെ വിഷയം ആയിരുന്നെങ്കിൽ അത് വെള്ളമൊന്നും വരുന്നില്ല. ഈ വലുതിനാ പുതിയത് ഇട്ടേക്കുന്നത്. അതിട്ടിട്ട് 1-2 വർഷമായി, ഇതുവരെ വെള്ളമായിട്ടില്ല. വെള്ളമില്ല. തീർച്ചയായും മഴയുടെ വെള്ളം ഒന്നും കയറത്തില്ല. മഴയുടെ പൊങ്ങി ഇത്ര പൊക്കമല്ലേ, ഒന്നുമില്ല. ഇവിടെ വിട്ടാൽ മതി. ഇവിടെ ഇതൊന്നും തുടങ്ങി ഈ പരിപാടി. ഈ പരിപാടി ഒരു 13 വയസ്സായി. 13 വയസ്സായി. ഇപ്പൊ എനിക്ക് 7 വയസ്സായി. എൻ്റെ മോനെ കച്ചവടം. എൻ്റെ പിള്ളേരെ കെട്ടിച്ചു വിട്ടു ഈ കച്ചവടം കൊണ്ട്. ഇപ്പോൾ ഒരു 5 രൂപ ബാക്കി കടമുണ്ട് തരാണ്. വേറെ പിന്നെ ദൈവം ഇങ്ങനെ ഉപജീവനമാർഗം സഹായിക്കും. പിന്നെ അയ്യപ്പ കച്ചവടം ശബരിമല, പിന്നെ ദേശീയപതാക ഓഗസ്റ്റ് 15. അതാണ് മെയിൻ പരിപാടി. ദേശീയപതയാണ് മെയിൻ പരിപാടി. അതും ഈ 13 വയസ്സ് തന്നെ തുടങ്ങിയ ഒരു ബിസിനസ്സാണ്. പിന്നെ ഈ വഴിവരെ കച്ചവടം, പച്ചക്കറി വിത്താണ് ഇപ്പം മെയിൻ കച്ചവടം. എല്ലാ പാക്കേജും 20 രൂപ. മേടിക്കുന്ന ആൾക്കാരാണ് മേടിച്ചിട്ട് പോകുന്നത്. സന്തോഷമുണ്ട്.
എടുത്തേക്കാം. ഒരു 1/2 കിലോ ഉഴുന്ന്. വീഡിയോ വീഡിയോ ഉഴുന്ന്. പിള്ളേർക്ക് പൊട്ടിയതാ എന്നാ പൊട്ടി? അതിന് മോനെ പേപ്പറുള്ള പൊട്ടു. എന്നാ എന്നാ ബിരിയാണി? ചോറ് കൊടുത്തിട്ട് ബിരിയാണി കൊടുക്കണി. പിന്നെ അവക്ക് ഇഷ്ടമാണ്. നീ പോടി, നീ പിള്ളേരെ കറി ഉണ്ടാക്കിയൊക്കെ അത് ഞാൻ പിന്നെ തിന്നോളാം. പോരെ ആയിട്ട് തന്നെ ഉണ്ടായി. ഇപ്പൊ ഉച്ചക്ക് ഇപ്പൊ കഴിച്ചെന്ന് വെച്ചിട്ട് അതിന് മാത്രം കറിയൊന്നും വെച്ചില്ല. ആ പടം 4-3 പേര് കോവയ്ക്കായുണ്ട്. മൊത്തം ചുമ്മാ ചേച്ചാനോട് പറഞ്ഞത് മേടിച്ചോ? ഇല്ല, വിളിക്കാം. എന്റെ ഇതാരണം. ഇതല്ല മിസ്റ്റർ മിസ്സിസ് ഫോൺ മാനിയ. അല്ല വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു ചക്ക ഇടുന്നത്. ഇല്ല, ഞാൻ ഇവിടെ വെച്ചിട്ട് ഞാൻ പറയാ വീഡിയോ എടുത്തില്ല. അതിന്റെ വേറെ കേൾക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഇവള് പറഞ്ഞേ അമ്മ കുത്തിയിട്ടേക്കുവാന്ന്. അപ്പൊ ഇവള് പറഞ്ഞു ഇവളിപ്പോ എന്ത് കുത്തിയിട്ടേക്കോ? അതെ, കൊണ്ടുപോകുന്നില്ലെന്നാ പറഞ്ഞത്. എന്നിട്ട് ഉണങ്ങി ഇത് നനഞ്ഞു എല്ലാം കൂടെ. നല്ല മഴക്കാർ വരുന്നുണ്ട്. താഴെ കിടക്കുന്ന എടുക്കാനാ പറഞ്ഞേ. നിക്ക്, ഞാൻ വരട്ടെ. ആ ഒന്ന് മതിയോ? മഴ വരുന്നുണ്ട്. തുണി ഇവിടുന്നോ? ഞാൻ ഉണങ്ങിയത് മാത്രം എടുക്കാം. അല്ല, ഞാൻ കൊച്ചിന്റെ തുണി എടുത്ത് ബക്കറ്റിൽ എടുത്തോ. അമ്മ ആദ്യം ഉണങ്ങിയത് എടുക്കട്ടെ. വീഡിയോ എല്ലാം നനയും കേട്ടോ. തുണി
ഉണങ്ങിയത് എടുക്കാം ആദ്യം. മഴ വന്നു. പിന്നെ ഉണങ്ങിയെടുക്കല്ലേ? എവിടെ വന്നു? ഈ സമയത്ത് എടുത്താൽ മതി. ഇത്ര ഈ ചാറ്റിൽ വീഴാൻ തുടങ്ങുമ്പം. അതിന് മുമ്പ് എടുത്താലേ ഈ മഴയൊന്നും ചില പെയ്യുള്ളൂ. ഇത് പെയ്യും. ആ ചക്ക എത്തുമോ? ഇടാൻ എത്തുകയല്ലേ? ഇത് മുകളിലുള്ള എത്തുകയല്ലോ. അതായിരുന്നു കയറേണ്ടത്. ഈ താഴെ കിടപ്പുണ്ട്. ആഹാ, തോട്ടി വെച്ചാണ് കേട്ടെ. മഴയാ കയറിപ്പോ. വെട്ടിക്കോളൂ. അത് ശ്യാമളമ്മയാ, ഞാനില്ല. മഴയ്ക്ക് മുമ്പുള്ള കാറ്റാ. മണി ഇപ്പോൾ കറക്റ്റായിട്ട് അടിക്കുന്നുണ്ടല്ലേ. ഇടയ്ക്കിടെ ഭയങ്കര സ്പീഡായി നിൽക്കും തോന്നുന്നു. അന്നേരം ഇതടിക്കാൻ തുടങ്ങും. എല്ലാം വെട്ടി അടത്തി സെറ്റായി കൊടുത്തിട്ടുണ്ട്. അടത്തി ഇട്ടിട്ടിന് വെട്ടി കൊടുത്തിട്ടുണ്ട്. ചായ കുടിക്കുക? അല്ല, നാരായണി ചായ വേണോ? അങ്ങോട്ട് ആ ഗ്ലാസ് എല്ലാം അരക്ക് പറ്റിക്കണോ? കണ്ട് ഞാനിപ്പോൾ എണ്ണ തന്നാലായിരുന്നു തൂക്കാൻ. അല്ല, സൂപ്പറാ. ചാനം തരട്ടെ? ഇച്ചിരി എടുത്തരി. എന്റെ ദേഹത്തെ പിന്നെ ഉറപ്പായും ചേട്ടായും. ഇതന്നെ ഒരു ഊട്ടിയിലൊക്കെ മഴ പെയ്ത പോലെ. ഊട്ടിയിലൊക്കെ മഴ പെയ്യണം. ഊട്ടി നമ്മുടെ കുട്ടി അമ്മ തരാമല്ലോ. പിന്നെ എന്നാ നമ്മുടെ ചക്ര പെട്ടെന്നൊരു മഴ. എണ്ണം കൂടെ കൊടുക്കണം. നല്ല നാരായണി ശാമ്പു ശ്യാമളമ്മയും കൂടെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ അലമ്പ. എല്ലാത്തിനും ഉണ്ട് തന്നെ. ഓ, ഒന്നുമില്ല. നിന്റെ ചേച്ചി നിന്റെ വല്യമ്മയും സ്ഥിരം വന്ന്. അയ്യോ, എവിടെ ഒരുമിച്ചാ പോകത്തുള്ളേ. എന്നിട്ട് ഗരം മസാല അല്ലേ? അത്ര മതിയോ? ഒന്നുകൂടെ ഇടണം. വെന്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇട്ട് അതിൻ്റെ മണം പോകും. നമ്മൾ പിന്നെ ഇത് പിടിക്കാൻ വേണ്ടി സാരം ഇടുന്നത് കുരുമുളക്. ആ കുരുമുളക് പൊടി ഞാൻ നോക്കിയിട്ട് കണ്ടില്ലല്ലോ. ഞാൻ പിന്നെന്താ ഈ മറ്റേ പാത്രത്തിൽ നോക്കിയിട്ടാ. ഓക്കെ ഓക്കെ.
ഇത് ജയച്ചാച്ചനെ കൊണ്ടുപോയി അവിടെ പോയി കഴിക്കാനുള്ളതാണ്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്ത് കൊടുക്കും. ഇതാകുമ്പോൾ കുറേ ദിവസം ഇരിക്കും. എറിഞ്ഞു കഴിഞ്ഞോ? അതിനൊക്കെ കഴിഞ്ഞേ ഉണ്ടാക്കുന്നില്ലാന്നോ ഇത്രയുള്ളൂ അപ്പയ്ക്ക്. പോരെ. നിറയ്ക്ക് തള്ളല്ലേ, അങ്ങോട്ട് ചുമ്മാ പൊങ്ങി നിൽക്കാനും കുഴപ്പമില്ല. മുകളിലോട്ട് വെച്ചു ചുമ്മാ ഇട്ടാൽ മതി, തൊടല്ലത്. ഇപ്പം തന്നെ താന്നു പോകും. തോണ്ട് വന്നു ആ ആരാ നടത്തിട്ടോ, ഒരു ഓട്ടോ വരുന്നുണ്ട്. എന്റെ കയ്യിലില്ലേ ഫോൺ? ഹായ് ശ്യാമളേ, ഒന്നോട്ടൊന്ന് വന്നേ. ഓട്ടോ നിന്റെ വലിയപ്പം വന്നതിന് ഞാനിപ്പോൾ എന്നാ ചെയ്യാനാണ്? ശ്യാമള അച്ഛ ബിരിയാണി വെച്ചു. അങ്ങനല്ല, ഞാൻ ബിരിയാണി വെച്ചു. ഞാൻ ചായ കുടിച്ചോ? പിന്നെ ചായ കാപ്പിയാ, കപ്പയാ, എന്താ കട്ടൻ കാപ്പിയാ? കാപ്പിയോ ചൂട് അമ്മ കാപ്പി കാപ്പി ശ്യാമള അല്ല, ഇന്ന് ജയച്ചാച്ചനെ കൊണ്ടിരുന്ന സാധനങ്ങളല്ലാവേ നേരത്തെ എത്തിച്ചോണ്ട് ഒരുത്തി അനങ്ങുന്ന പോലും ഇല്ല വന്നിട്ട്. ഇവിടെ ഇത് വളർന്നു ചേർപ്പിട്ടുണ്ടോ?